അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവമായ കേസ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ ഹൈക്കോടതി പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഉയർന്നു വന്ന ഒരു പരാമർശം ഇതാണ്. ഈ പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ വലിയ അലംഭാവം തന്നെ SIT കാണിക്കുന്നു. അതായത് ഇതുവരെ SITയുടെ പ്രവൃത്തിയിൽ ഒരു തൃപ്തിയാണ് ഹൈക്കോടതി പങ്കുവച്ചിരുന്നതെങ്കിൽ ഇന്ന് കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ ഇതിൻ്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണ്. SITയുടെ പ്രവർത്തനത്തിൽ ഒരു തൃപ്തിയുമില്ല എന്ന് ഹൈക്കോടതി പറയുകയാണ്. പത്മകുമാർ വരെ അന്വേഷണം അവിടെ തട്ടി നിൽക്കുകയാണ്. അതിനു മുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല. വമ്പൻ സ്രാവുകൾ ഇതിലുണ്ട്. എന്താണ് SIT ഇത്ര വലിയ ഒരു വിമർശനത്തിന് വിധേയരാകാനുള്ള കാരണം? നോക്കൂ, ഇവിടെ ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഏതെങ്കിലും ബന്ധമുണ്ടോ നോക്കുന്നു? ഏതെങ്കിലും ഒരു കാര്യത്തിന് ബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇത് ശബരിമലയിലെ ദേവസ്വം ബോർഡ് ബെഞ്ചും അതുപോലെ തന്നെ SIT അതും ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ് നടത്തുന്നത്. അപ്പോൾ സർക്കാരിന് ഇതിനുമില്ല. ഞാൻ പറഞ്ഞത് ഇത് ഏത് വമ്പൻ സ്രാവായിരുന്നാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം, ഒരു സംശയമില്ല. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയമാണെന്നേ. അത് ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടും CPM അതുപോലെ ഇടതുപക്ഷ പാർട്ടികളോ എടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ആരാണ് ചെയ്തത്? ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷകരായിട്ട് നമ്മൾ നിയമിച്ച ആൾക്കാർ തന്നെ അത് തിരിഞ്ഞ് അത് സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരുന്നത് ശരിയായ നടപടിയല്ല എന്ന് തന്നെ നമ്മളും പറയുന്നത്. അതാരാണ് പറയുന്നത് ശരിയാണെന്ന് പറയുന്നത്? ഇപ്പോൾ SITയിലെ ഇപ്പം ബെഞ്ചിന് ഇപ്പോൾ SITയിലെ നിലപാട് അല്ലെങ്കിൽ അവർ അന്വേഷണം തൃപ്തിയില്ലെങ്കിൽ പുതിയ അന്വേഷണ കാര്യങ്ങളിലേക്ക് പോകണം, പുതിയ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഇത് നടത്തണം. ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നീലിമാവുന്നൊന്നും മനസ്സിലാക്കൂ, യഥാർത്ഥ റൂട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്വർണ്ണ കേസിനെ ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ബുക്കുകൾ പരിശോധിക്കണം, അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്ക് കുറച്ച് താമസം നേരിടുന്നുണ്ട്. ഇപ്പം അവസാനമല്ലേ ബഹുമാനപ്പെട്ട ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പം ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിൽ ദേവസ്വം ബോർഡിൻ്റെ AO ആയിരുന്നല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നല്ലോ. അത് വന്നപ്പോഴത്തേക്ക് ആർക്കൊരു പരാതിയില്ല. ഇപ്പം എല്ലാം CPMൻ്റെ അല്ലെങ്കിൽ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ CPMൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു ധ്വനി ജനങ്ങളുടെ ഇടയിൽ വേണം. അങ്ങനെയാണോ? അല്ലല്ലോ. ഇത് ഉദ്യോഗസ്ഥന്മാർക്കും അതിൽ പങ്കുണ്ടല്ലോ. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, താങ്കൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ പത്മകുമാറും വാസുവും CPMന് എത്രത്തോളം പ്രിയങ്കരായ ആളുകളാണെന്നൊക്കെ താങ്കൾക്ക് അറിയില്ലേ? എന്തോന്ന് പ്രിയങ്കരൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പത്മകുമാർ ആരാണ് ഇപ്പോൾ? CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന കേട്ടാൽ ഭയങ്കര CPMനെ ഏറ്റവും വലിയ ഉന്നത, ഇപ്പം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന മെമ്പർ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ. ഞാൻ പഠിച്ച പത്മകുമാർ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് കൊടുത്തു. അദ്ദേഹം അത് നോക്കാൻ ഹെൽപ്പില്ലാത്ത ഒരാളായിപ്പോയി. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. അത് ഈ സർക്കാരിൻ്റെ നിയമനം. അത് CPMനെ നിങ്ങൾ എന്താണ് ക്രൂശിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കിയില്ല. അത് ഇടതുപക്ഷത്തിന് എന്താണ് കുറിച്ചിരിക്കുന്നത്? ഒരു പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. സതീഷ് വസന്ത്, ഈ പത്മകുമാറിനെ CPM തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴും അദ്ദേഹം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും നീക്കമുണ്ടായോ? ഈ ഭക്തരുടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് SIT തന്നെ കണ്ടെത്തിയ അറസ്റ്റിലായ പത്മകുമാറിനെ ഈ നിമിഷം വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലല്ല, അദ്ദേഹം CPMലേ കാണൂല. ഞാൻ പറയുന്നത് ഇപ്പോഴും പത്മകുമാർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ SIT കണ്ടുപിടിച്ചത് ഇത് സംസ്ഥാന പോലീസിന്റെ, നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന പോലീസിന്റെ SIT ആണ് കണ്ടെത്തിയിരിക്കുന്നത് പത്മകുമാർ. അല്ല, ഞാൻ SIT എന്താണ് കണ്ടിട്ടുള്ളത്? പത്മകുമാർ കട്ടോണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ അത് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. ആ ജാഗ്രത കുറവ് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണമൊന്നും കൊണ്ട് ഒരു സ്ഥലത്തും കൊണ്ട് കൊടുത്തിട്ടില്ല. അത് SIT എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അതാണ് പറഞ്ഞത്, തെറ്റിദ്ധരിപ്പിക്കല്ലേ.
ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പം അതിന് കുറെ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. ഇന്ന് ഇത് ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോ മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു സ്വർണ്ണക്കൊള്ള, ഇത്ര വലിയൊരു കവർച്ച അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നും ഉണ്ടാകില്ല. ഇതിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. ചില ഉന്നതരിലേക്കൊക്കെ ഈ അന്വേഷണം നീളണം. വമ്പൻ തോക്കുകളെ തൊടാൻ നിങ്ങൾക്ക് എന്താണ് ഭയം എന്നാണ് SIT ചോദിച്ചത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം സ്വമേധയാ പ്രഖ്യാപിച്ചതൊന്നുമല്ല. ഹൈക്കോടതി അതിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്, അവരുടെ താല്പര്യപ്രകാരമാണ് SIT രൂപീകരിക്കുന്നത്. ആ SIT-യാണ് പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ പ്രതികളാക്കിയിരിക്കുന്നത്. ഇപ്പോഴും താങ്കൾ പത്മകുമാറിനെയും N വാസുവിനെയും ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംസാരിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. തെറ്റായ നീലിമ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൊതിഞ്ഞല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. ഏത് ഉന്നതങ്ങളായിരുന്നാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ സർക്കാരിൻ്റെ നയം എന്നതാണ് ഞാൻ പറഞ്ഞത്. അത് പത്മകുമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്മകുമാർ കുറ്റക്കാരനാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പം നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഉന്നതങ്ങളിൽ എത്തില്ല. ആരെത്താത്ത SIT ഗവൺമെൻറ് ഇതിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലല്ലേ. ഹൈക്കോടതിക്ക് തൃപ്തിയില്ലെങ്കിൽ പുതിയ ടീമിനെ വെച്ച് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കണം.